ചായ കുടി. റോബിൻ മേനോ സാർ വണ്ടി അങ്ങോട്ട് ഇട്ടോട്ടാ. ശരി. അച്ഛാ റൂബി തീരുമാനമായിട്ടോ? വൈകിയോ? നമ്മുടെ നാട്ടിലെ റോഡുകളിലൊന്നും വലിയ കട്ടറില്ലാത്തതുകൊണ്ടേ കൃത്യസമയത്ത് എത്താൻ പറ്റും. അതൊന്നും പറയാതിരിക്കാ ഭേദം. എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയാണ്? നല്ല മഴ ആയിരുന്നു. അവിടെ പിന്നെ മഴയൊന്നും ഇല്ല. അതവിടെ നിട്ടോ, ഞാൻ എടുത്തോളാം. മോനെ ഞാൻ പിടിക്കണോ? വേണ്ടങ്ങളെ, ഈ ഡോറൊന്നും തുറന്നാ മതി. സോറി ട്ടോ, അതവന്റെ ജീവനാ, അത് പൊട്ടുവന്നുള്ള പേടിയാവനെ. അത് സാരില്ല, കുട്ടികളല്ലേ. നടന്നോ, ഞാൻ എടുത്തോളാം. നോക്കിട്ടോ, സാരില്ല, സൂക്ഷിക്കാം. എന്തൊരു പൊടിയല്ലേ. സോഫ പിന്നെ തുണിയിട്ടും കൂടിയുണ്ട്. ബാക്കി മുഖത്തെന്തെങ്കിലും എടുത്ത് കെട്ടോ. ഹലോ, നമസ്കാരം. ഇവിടെ അടുത്ത ഫ്ലാറ്റിലെ താമസക്കാരാ, 5C. ആണോ? വാ, കയറുവാ കയറുവാ. വാടോ. മൊത്തം ഇവിടെ പൊടിയായിട്ടേ. ഒന്നും കുഴപ്പമില്ല, ചോളെ. ആ കാലം കൊലപ്പെട്ട് കിടക്കുക. ഞാൻ ജോയ്, ഇതെന്റെ വൈഫ് സാറ. ഓ ശരി ശരി. ഞാൻ റോബിൻ. റോബിൻ ഇതെന്റെ ഭാര്യ നയന. എനിക്കിവിടെ ഞാൻ NRI ആയിരുന്നു. ഇപ്പൊ ഇവിടെ സെന്ററിലെ ഗോൾഡിന്റെ ചെറിയൊരു പരിപാടി. ഇവള് ആളുകളെ വിളിപ്പിക്കുന്ന ഒരു പരിപാടിയാ, ബിസിനസ്സാ. ജംഗ്ഷനിലൊരു പാർലർ ഉണ്ട്, അതിനെ കുറിച്ച് അതാ പറഞ്ഞത്. ആളുകളെയും വിളിപ്പിക്കും, കീശിയും എന്തായാലും വിളിക്കും. പിന്നെ നമുക്ക് 2 കുട്ടികളാണ്, 2 പേരും പുറത്താ. ഒരാൾ UK ഒരാൾ ബാംഗ്ലൂരും. ഓ അത് ശരി ശരി. അയ്യോ ഇതെന്തൊട്ട് പറക്കും മായാവിയാ വീടുകളാണുള്ളത്. ഇത് നമ്മുടെ പുത്രൻ. അതല്ലേ? ഏബലിന്റെ പേര്. 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഒരു സ്ഥലത്ത് അങ്ങോട്ട് ശരിക്കും നിക്കില്ലേ അവൻ. അങ്ങനെ ആവണം, പവർഫുൾ ആവണം പിള്ളേര്. ബാബി, ഇത് നമ്മുടെ നൈബേഴ്സാ. ഹായ് അങ്കിൾ. ഹായ് ആന്റി. ഹൗ ആർ യു? വി ആർ ഗുഡ്. ആൻഡ് യു? ഐ ആം ഗുഡ്. ബൈ. ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരായിരുന്നു. ഞാൻ IT-ലാണ്. ഇയാള് പിന്നെ ബാങ്കില് മാനേജറായിട്ട് ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ പ്രസിഡന്റ് മേനോ സാർ പറഞ്ഞു. മേനോ സാർ പിന്നെ നമ്മുടെ ആളാണ്. അതെ, സ്ഥിരം പ്രസിഡന്റ്. പഠിപ്പൊക്കെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ഏകദേശം പകുതിയായില്ലേ? അത് ആലോചിക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം. സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് മോന് ആനുവൽ എക്സാം എഴുതിക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾക്ക് 2 ആൾക്കാണെങ്കിൽ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യും വേണേ. അപ്പോ മോനിവിടെ ഒറ്റയ്ക്കാവില്ലേ? അതാലോചിക്കുമ്പോഴാ. അതോർത്ത് ടെൻഷൻ ആവണ്ട, ആള് സ്മാർട്ട് അല്ലേ, പിന്നെ ഞങ്ങളൊക്കെ അല്ലേ, നോ പ്രോബ്ലം. അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ചായ പോലെ നന്നില്ല. ചായ ഒതുക്കാൻ നിൽക്കൊന്നും വേണ്ട, നല്ല ട്രീറ്റ്മെന്റ് വേണം. അതിനെന്താ? വൈകുന്നേരം അടിക്കുന്ന സ്വഭാവം ടോപ്പിൽ വന്നൊരു സ്പേസ് ശരിയാക്കി തരാം. വിചാരമുള്ളൂ. നീലാവൊളിയേ ദീനം പതിയേ പ്രതീക്ഷയോടെ കിനാവിധിലേ ഇന്നീ വഴി. സോക്സ് കാണില്ല ഇവിടെ. അതവിടെ ഷെൽഫിലുണ്ട്.
കാലമാം തീരം തേടി നാം ഇന്നീ വഴിയിൽ. ഞാൻ ഇറങ്ങടോ. ശരി. ഏബൽ ഇതാ പപ്പ പോവാൻ നിക്കണു. അപ്പോൾ ഉറങ്ങിക്കോട്ടെ, ഇനി വിളിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആവും. ഓ ഫസ്റ്റ് തന്നെ ലേറ്റ് ആണെന്ന് തോന്നണം. ബാബി നീ എപ്പോഴും ഇതിനിങ്ങനെ തീറ്റിട്ട് കൊടുത്താൽ ചത്തുപോകും. എനിക്കറിയാമ്മ. നീ അതിനെങ്ങനെ താലോലിച്ച് കൊല്ലുള്ളൂ. അമ്മ ആ നീ എന്തേലും ചെയ്. Lunchtime, Daddy. What can we make? മോനെ ഭക്ഷണം എല്ലാം ഇവിടെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ I can just get a pizza. Yes, I think I will. മോനു മമ്മ ഓഫീസിൽ പോവാ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം എടുത്ത് കഴിക്കണം കേട്ടോ. അമ്മ മമ്മ മമ്മി ഇനി ഓഫീസിൽ പോയിട്ട് എന്നെ കുറച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഡോൺ വറി. അമ്മ പോയിട്ട് വരാം. ബൈ മമ്മ. ബൈ. Potatoes. ആ പിന്നെ പാല് മറക്കാതെ കുടിക്കണേ മോനു. ഓക്കെ മമ്മ. ബൈ. Right. ഏബൽ മമ്മ ഡോർ പുറത്തുനിന്ന് പൂട്ടുണ്ടേ. സ്പെയർ ടി വിയുടെ താഴെ കേട്ടോ. ഓക്കെ ഓക്കെ. മോനെ ആ മമ്മ. ഹൗ വാസ് ദി ഡേ മോനു? ആ സൂപ്പർ. പറ എന്തായിരുന്നു പരിപാടി? ഞാൻ ഇവിടെ കാറും കൊണ്ട് കളിക്കുക. അതെ. ആ ഏയ് സർപ്രൈസ്. ഇഷ്ടായോ? ഓക്കെ അല്ലേ? എന്താണ് സന്തോഷം. എത്ര നാളായിട്ട് ആഗ്രഹിക്കണതാ അല്ലേ? വാ. മോനു പോയിട്ട് വരാട്ടോ. ആ സാറേ ഇല്ലല്ല ഞാൻ ആ പേപ്പർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല. അത് എറണാകുളം ബ്രാഞ്ചിൽ നിന്ന് വന്നേ. ആ സാർ ഇതൊന്ന് സോൾവ് ചെയ്ത് തരും. ഇത് എത്ര ഇത് ശരിയാവില്ല. ആ സാർ. മമ്മി സാർ ഓൾറെഡി ഞാൻ ആ ഫയൽ ഞാൻ അവിടെ അയച്ചിട്ടുണ്ട്. ആ ആ ആ സാർ. ആ അതുപോലെ ചെയ്യാം. ഏബൽ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കണ കണ്ടില്ലേ നീ? എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? ഇനി നിനക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ? പോ. ചെല് പോയി വേറെ എന്തെങ്കിലും പണി ചെയ്യ്. പോ.
പപ്പ ഞാനും കൂടി മെറ്റക്കോട്ടിലേക്ക്. വേണ്ട വേണ്ട. അവൻ വന്നോട്ടെ. എത്ര ദിവസം ഇങ്ങനെ വീട്ടിൽ വെറുതെ ഒറ്റയ്ക്കിരിക്കുക? അവന് ബോറടിക്കുന്നുണ്ടാവും. എന്നിട്ട് അവിടെ വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുവരാൻ നിൽക്കണം. ആഴ്ചയിൽ കിട്ടുന്ന 1 മണിക്കൂറാണ്. അതൊന്നും ശരിയാവില്ല. അത് ഞാനങ്ങനെ പറയില്ല, പ്ലീസ്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. എൻ്റെ ഒരു പ്ലീസ്. ആ വരുമ്പോഴേ ബ്രെഡും മുട്ടയും മേടിച്ചിട്ട് പോരെ. കട അടച്ചിട്ടില്ലെങ്കിൽ മേടിക്കാം. അന്നത്തെ പോലെ ഓടി കളിച്ചിട്ട് വീഴാനൊന്നും കരുതട്ടോ. ശ്രദ്ധിച്ചോളാം. ഹലോ. ഹലോ. എന്തായി കാലിന്റെ പ്രശ്നങ്ങളൊക്കെ? കുഴപ്പമില്ല, കാലങ്ങനെ ശരി വരും. അതെ അല്ലേ. ഇവനൊന്നും കൊണ്ടുവരും ഗ്രൗണ്ടിലേക്ക്. മിക്കവാറും ദിവസം കൊണ്ടുവരും. കളികളത്തിൽ ആകെയുള്ളൊരു ഫാനല്ലേ നമുക്ക്. അതെല്ലേ. ആണോടാ, ഇയാൾ ഭയങ്കര മിടുക്കണല്ലോ. വാ. കേട്ടോ, ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ മുകളിലേക്ക് പോകണം നോക്കിയിട്ട് കാര്യമില്ല. എപ്പോഴൊക്കെ കൂടി താഴത്തേക്ക് വരുന്ന പറയാൻ പറ്റില്ല. ഇതൊക്കെ മാർക്കറ്റ് അല്ലേ, ഇന്റർനാഷണൽ മാർക്കറ്റ്. നിങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനും ഇല്ലേ? നമ്മള് വിചാരിക്കും ഇവിടെ ഇരുന്നിട്ട് മോനെ വിചാരിക്കോ ഉണ്ടാവില്ല. പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇവരെന്തൊക്കെയാ ചെയ്യണേ ഏതൊക്കെയാ ചെയ്യണമെന്ന് ഒരു പിടുത്തൂല്ലേ. നീ എന്തായി കാണിച്ചേ? നിനക്ക് ഇവിടെ നല്ലത് കഴിക്കാൻ വീട്ടിൽ വേറൊരു സാധനമില്ലേ? കിച്ചണിൽ പോയി അമ്മയുടെ വേറെ വല്ലതും മേടിച്ച് കഴിക്കറാ. സാരല്ലേ, വിട് 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 വിട്. കുട്ടികളല്ലേ, കുട്ടികളാ. എന്ത് കുട്ടികളതിന്? പോട്ടെ 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 പോട്ടെ. പിന്നെ പിള്ളേരെ എങ്ങനെ ചെയ്യാ? ഇതൊക്കെ നനഞ്ഞില്ലേ? സോറി പപ്പ. അതല്ലേ വേട്ടാ, ഇവർക്കൊക്കെ എന്തൊക്കെ കഴിക്കാണ്ടെന്ന് പറഞ്ഞാലും ആരെങ്കിലുമൊക്കെ വന്നിരിക്കുമ്പോൾ കഴിക്കുന്നിടത്ത് വന്ന് കൈയിട്ട് വരും. ഒരുമാതിരി ആക്രാന്തം. എനിക്കിങ്ങനെ കാണുന്നത് എന്തൊരു ഇറിറ്റേഷൻ ആണെന്നറിയോ? മോനു വന്നിറങ്ങാട്ടോ. ഈ കുരുത്തം പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ട് ബോളിംഗ് കൊണ്ട് അടിക്കരുതെന്ന്. ഇനി ബോളിംഗ് കൊണ്ട് വന്ന് ഞാൻ വെട്ടിമുറിക്ക് അടുപ്പിലിടും. ചോടിപ്പോ
ബാബി ബാബി ആ അമ്മ. നീ ഇത് പതിവാക്കിയ ഇതൊട്ടും കഴിച്ചിട്ടില്ലല്ലോ. വിശന്നില്ല അമ്മ. ആ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട വല്ല അസുഖം വരുത്തി വെച്ചോട്ടാ. ഞാനൊന്നും പറയണില്ല. ആവശ്യം എടുത്ത് കഴിച്ചാൽ മതി. അയ്യോ കഴിഞ്ഞ പ്രാവശ്യത്തെ അസോസിയേറ്റ് പരിപാടി കൊള്ളായിരുന്നു. അങ്ങനെ പറയണ്ട, ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി. അതെ, അച്ഛനുള്ള ട്രീറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെങ്ങനെയാ? ആൾക്കാരുടെ കീശ കളിക്കുന്ന സമയത്ത് അയൽക്കാരെ ശ്രദ്ധിക്കാനുള്ള നേരെ വേണ്ടേ? നിങ്ങൾ അത്രയും രക്ഷപ്പെട്ടില്ലേ? അത് ശരിയാ. അതെ, ഞാൻ അവിടെ വന്നിട്ട് 4 മാസം കഴിയാനാ പോണേ. 4 പ്രാവശ്യം പോലും നിങ്ങളെ കാണാൻ കിട്ടിയിട്ടില്ല. നമ്മൾ കാണാറുണ്ട്. ഞാൻ ചേച്ചിയുടെ കാര്യം. സത്യം പറഞ്ഞ നല്ല തിരക്കായി പോയി. പിന്നെ ഇതുപോലെ ഒന്ന് ഒത്തു കിട്ടണ്ടേ. ഏയ് ഏബൽ, ഞങ്ങളൊക്കെ മറന്നോ? ഇല്ല അങ്കിൾ. മൂഡ് ഔട്ടാണല്ലോ. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ആ നന്നായി പോണു. നമ്മുടെ ഏബലിന് എന്താ പറ്റിയേ? എന്ത്? അല്ല, എന്തൊരു മാറ്റം പോലെ. അവൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ. നിങ്ങൾ അവനെ വല്ല വഴക്കും പറഞ്ഞോ? ഏയ്, അതവൻ ആ ഗെയിം കളിക്കുമ്പോ അങ്ങനെ തന്നെയാ. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാം, ഏബലിന് എന്തോ ഒരു മാറ്റമുണ്ട്. നിങ്ങൾക്ക് വെറുതെ തോന്നണാവൂ. അവനൊരു കുഴപ്പമില്ല. ഏബൽ, ദേവരൊക്കെ പറഞ്ഞത് നിനക്ക് എന്തോ മാറ്റണ്ടെന്നാ ആണാ? കണ്ടില്ലേ, അവനൊരു കുഴപ്പമില്ല. അതെ, ഇന്ന് ഞാൻ ഫ്രീ ആണ്. പരിപാടി നോക്കിയാലോ ചെറുതായിട്ട്. ഐസ് വേണ്ട, തൊണ്ടയ്ക്ക് ഞാനും. ബാബി, നിനക്ക് ഇതിനെ തീറ്റിട്ട് എടുക്കാനും വയ്യാതായില്ലേ? മടി കുറച്ച് കൂടുന്നുണ്ടാ നിനക്ക്. നീ ഞാൻ പറഞ്ഞ പോലെ കേക്കുണ്ടാ? അമ്മ പോയിട്ട് വരാട്ടാ. ഇന്നെങ്കിലും നീ എന്തെങ്കിലും കഴിക്കിട്ടാ. മോനു, എന്തൊക്കെ? ഏബൽ, എടാ ഇതെങ്ങനെയാ പൊട്ടിയേ? മോനെ മോനെ നീ എന്തൊക്കെ കാണിക്കണേ? നമുക്ക് പേടിയാവണു. ഈശ്വര, എന്തീ കാണിച്ചു വെച്ചേക്കണേ? മോനെ മോനെടാ. നമ്മുടെ ഏബലിന് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് അവനെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. എനിക്കവനെ കണ്ടിട്ട് പേടിയാവണം. എനിക്ക് പറ്റണില്ല അച്ചായ. അവനെ ചെറുപ്പം തൊട്ട് കൊണ്ടുവന്നപ്പോ നമ്മൾ അറിയണല്ലോ. ഞാനിന്ന് സ്ഥിരം നടന്നു പോകുന്നത് കുഴപ്പക്കാരനൊന്നല്ല. അച്ചായയുടെ ആൾക്കാർ കൂടി ഉണ്ടല്ലോ. എങ്ങനെ കൂട് തുറന്ന് പുറത്തു പോയതാണ് ചേട്ടാ? എന്താ പറ്റിയേ? അത് ഈ വീട്ടിലെ കൂട്ടിൽ പട്ടിണ്ടായിരുന്നു. അതെങ്ങനെ അറിയാണ്ട് ചാടിപ്പോയി പുറത്ത് 3-4 ആൾക്കാരെ കടിച്ചു. പേണെന്ന് കേക്കണേ.
എന്താണ്? എന്തു പറ്റി? ഡോക്ടർ, എൻ്റെ പേര് റോബിൻ. ഇതെൻ്റെ വൈഫാ നയന. ഞങ്ങളുടെ ഒരേ ഒരു മോന ആബൽ. ഇതിലിപ്പോൾ ഞാൻ ആരെ ട്രീറ്റ് ചെയ്യണ്ടേ? അവനെയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ 3-4 വർഷം എടുത്താലും മാറ്റാൻ പറ്റുമെന്ന് തോന്നണില്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ 2-3 മിനിറ്റ് മതി ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ നോക്കുമ്പോൾ അവന് കളിക്കാനും കഴിക്കാനും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഓക്കെ ആവോ? ഇല്ല. നമ്മൾ പൊതുവെ പറയുന്ന പോലെ മദ്യം മയക്കുമരുന്നും നല്ലോണം ഭീകര പ്രശ്നം എന്ന് വെച്ചാൽ അത് പ്രശ്നമല്ല എന്നല്ല കേട്ടോ. അതിലും വലിയ പ്രശ്നമാണ് ഒറ്റപ്പെട്ടു പോവാന്ന് പറയുന്നത്. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഒറ്റപ്പെടുന്നു തോന്നിയാൽ അവരുടെ മനുഷ്യത്വം മരവിക്കും. അവർ പിന്നെ എന്തും ആവും. നിങ്ങൾ എപ്പോഴെങ്കിലും അവനോട് ചോദിച്ചിട്ടുണ്ടോ ആർ യു ഓക്കെ എന്ന്? പോയി വേറെ എന്തെങ്കിലും പണി ചെയ്യ്. പോ. പപ്പ, ഞാനും കൂടി മെറ്റക്കോട്ടിലേക്ക്. വേണ്ട വേണ്ട, അതല്ലേ വേട്ടാ, എനിക്ക് അങ്ങനത്തെ കുട്ടികൾ ഇഷ്ടമല്ല. സോറി പപ്പ. നമ്മൾ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങി നടക്കുമ്പോൾ അറിയുന്നവനോടും അറിയാത്തവരോടൊക്കെ ചോദിക്കും ഹൗ ആർ യു ഓക്കെ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരോട് ആവാം. അത് നമ്മുടെ അച്ഛനോടായാലും അമ്മയോടായാലും ചെറുതെന്ന് വിചാരിക്കണ കുഞ്ഞു മക്കളോടായാലും അങ്ങനെ ചോദിക്കാൻ പറ്റണം. നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും ഒന്ന് പരിഗണിക്കുക, ഒന്ന് കൂടെ നിർത്തുക. നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുക്കുക. അതോടെ തീരും ഈ പ്രശ്നങ്ങളൊക്കെ. ബി കൂൾ. Abel, are you okay? Yes, Mama. I am double okay.